ഇത് ഞാൻ പറയുന്ന ആളാണോ അല്ലെങ്കിൽ ഞാനിതിവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ റീസെൻ്റായിട്ട് കാണുന്ന ഷാജഹാൻ്റെ പ്രശ്നവും മറ്റേ ഇവരുടെ പ്രശ്നവും വണ്ടി പൊളിച്ചതും അത് ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് അഖിൽമാരാർ പറഞ്ഞ ഹമാസും മറ്റവൻ അതിനെതിരെ പറഞ്ഞതും ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ ശരിക്കും ആൾക്കാർ മുതലെടുക്കണം. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ളത് രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമല്ല, അത് രണ്ട് മതങ്ങളുടെ പ്രശ്നമാണ്. അത് ഇസ്ലാമും യഹൂദനും തമ്മിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ജൂതമതവും ഇസ്ലാം മതവും തമ്മിലുള്ള പ്രശ്നമാണ്. അതിന് നമ്മൾ ഈ ചെസ്സ് കളിക്കൂലേ, ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ ഈ പടയാളികളെ വെട്ടാൻ കൊടുക്കൂലേ, ആ പരിപാടിയാണ്. നിങ്ങളെന്ത് വിചാരിച്ചാൽ അവിടെയുള്ള ആളുകൾ മരിക്കുന്നത്, അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊക്കെ അതൊക്കെ അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. അതിനെ നിങ്ങൾ എങ്ങനെ കാണണമെന്ന് അറിയാം. നിങ്ങൾ മതത്തിൻ്റെ ചിന്താഗതി വെച്ചോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചിന്താഗതി വെച്ചോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയും ഈ ന്യൂസുകാർ പറയുന്നത് അവർ പറയുന്നത് ഒരു പറയണമെന്ന് കേൾക്കാതെ നിങ്ങൾ ഇപ്പം വേറൊരു ഗ്രഹത്തിലിരുന്നിട്ട് നിങ്ങൾ ഭൂമിനെ ഇങ്ങനെ നോക്കി കാണുകയെന്ന് വിചാരിക്കും. ഭൂമി നിങ്ങളുടെ താഴെ ഇങ്ങനെ ഉരുണ്ടിക്കാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മൊത്ത കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ്റെ വിഷയം പറയാം. ഇസ്രായേലിനും പണ്ട് മുതലേ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഈവൻ ആരും നല്ലതൊന്നല്ല, ക്രിസ്തു മതം വളർത്താൻ വേണ്ടിയിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നിട്ടുള്ളത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട്. ക്രിസ്ത്യാനികൾ ഇപ്പം എന്താ പറയുക, സമാധാനത്തിൻ്റെ മതവും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മതമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അറിയാം, ക്രിസ്തു മതമാണ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. കുരിശുദ്ധമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് മതത്തിൻ്റെ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയാൻ കാരണം ഇസ്ലാമിന് യഹൂദനോട് അത്ര എന്താ പറയുക വൈരാഗ്യം അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ അവരെ കൊല്ലണം എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ലിറ്ററലി എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് വെച്ച് ലോകം മൊത്തം സഞ്ചരിക്കാം എക്സെപ്റ്റ് ഇസ്രായേൽ എന്ന്. അപ്പോൾ ഈ നമ്മളും പാകിസ്ഥാനും തമ്മിൽ നല്ല ടൈംസ് അല്ല, പക്ഷേ എക്സെപ്റ്റ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എക്സെപ്റ്റ് വേറൊരു രാജ്യത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല. എക്സെപ്റ്റ് ഇസ്രായേൽ എന്ന് എഴുതുമ്പോൾ അത് ഒരു ഇസ്ലാമിക കൺട്രിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് പോലെ ആവുമ്പോഴും അത് മതത്തിൻ്റെ ശത്രുതയാണ്. അങ്ങനെയാണ് ചെറുപ്പം മുതൽ അവരെ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. ഈ ഹമാസ് വേറൊരു കാര്യം പറയും. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു AK-47 മേടിക്കും, അല്ലെങ്കിൽ മിസൈൽ മേടിക്കും, പാലസ്തീൻ ബോംബുകൾ മേടിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മളെ കൊണ്ട് വിചാരിച്ച് എത്ര രൂപ ഉണ്ടെങ്കിലും നമുക്ക് ഒരു AK-47 നമുക്ക് മേടിക്കാനുള്ള കാശ് ഉണ്ടെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പം ഈ ഹമാസിൻ്റെ കയ്യിലേക്ക് ഇത്രയും പൈസയും ഇത്രയും തുരങ്കങ്ങൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ ഈ ഗണ്ണ് മേടിക്കാനും മിസൈൽ മേടിക്കാനും എല്ലാത്തിനുള്ള പൈസ എവിടെ നിന്ന്? ഈവൻ പൈസ വന്നോട്ടെ, ഒരു സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കാതെ വേറൊരു സ്ഥലത്തുനിന്ന് ഇത്രയും മിസൈലും അല്ലെങ്കിൽ AK-47 ഒക്കെ മേടിക്കണം എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 10 മിസൈൽ കേരളത്തിലേക്ക് മേടിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ്? അപ്പോൾ ഇവർക്ക് അതൊക്കെ കിട്ടണം എങ്ങനെയാണ്? ഇതൊക്കെ ബാക്കിയുള്ള ഈ യഹൂദനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, പൈസ ഉള്ളവർ. അവരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ഇവരെ കരുക്കളാക്കാണ്. ഇവരാണ് മറ്റേ ചെസ് ബോർഡിലെ പടയാളികൾ. ഓടിക്കുക. അപ്പോൾ തിരിച്ച് കിട്ടുമ്പോൾ ഇവർക്ക് ലോകത്തിൻ്റെ മുമ്പിലുള്ള ഈ എന്താ പറയുക നെഗറ്റീവ് മാറ്റാനാണ് മറ്റേ സാധാരണക്കാർ മരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളവുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന സംഭവം അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ ഒരു 80s 70s ഫോട്ടോസൊക്കെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെയൊക്കെ അമേരിക്കനേക്കാൾ അക്രമമായിട്ട് നല്ല ഡ്രസ്സൻസും കാര്യങ്ങളും ഒരു പാശ്ചാത്യ സമൂഹം പോലെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ്. അവർ ഇന്നത്തെ അവസ്ഥ എന്താ? ഇവൻ ഇറാൻ്റെ ഒരു 50s 40s 70s ഫോട്ടോ എടുത്ത് നോക്കി, നെറ്റി കിടത്തുന്നുണ്ട്. എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ ആ സമയത്ത് ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ കൾച്ചർ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഒരു മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇത് ഇസ്ലാം മാത്രമല്ല കേട്ടോ, എല്ലാ മതവും അതെ. ഏത് മതമാണെങ്കിലും അതൊരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അത് പ്രശ്നമാണ്. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളത് പുതിയ തലമുറയോട്, നിങ്ങളെങ്കിലും ഒരു എന്താ പറയുക ഭൂമി അങ്ങനെ കാണാൻ പഠിക്കും മുകളിൽ നിന്ന്, അല്ലെങ്കിൽ വസ്തുതകൾ തിരിച്ചറിയാനുള്ള ഒരു ചിന്താശേഷിയും അതനുസരിച്ച് പെരുമാറാനുള്ള ഒരു ഇതുണ്ടാവണം. അതല്ലാതെ ഈ മതത്തിൻ്റെ പേരിൽ പൊട്ടന്മാരെ പോലെ ആണല്ലോ ഇവർക്ക്. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവൻ പോട്ടെ, അവരവരുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, നമ്മളെന്തിനായി പോണേ? ഇപ്പം നിങ്ങൾക്ക് മറ്റേ ദൃശ്യത്തിലെ ജോർജ് കുട്ടീനെ ഇഷ്ടമാണ്. ജോർജ് കുട്ടി ഒരാളെ കൊന്നില്ലേ? ഒരു പയ്യനാണല്ലോ, ചെറിയ പയ്യനാണല്ലേ സിനിമയിൽ. പക്ഷെ അവൻ്റെ വീട്ടിൽ കയറി കുണയ്ക്കാൻ നോക്കിയിട്ടല്ലേ അവൻ പിടിച്ച് വന്നത്. ചിത്തു ജോസഫ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്നെ വിശ്വസിച്ച് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചാണ് എൻ്റെ ഫാമിലി നിൽക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കില്ല, കൊന്നിരിക്കും. അതിനല്ലേ ഇസ്രായേൽ ചെയ്യുന്നേ. അവൻ്റെ വീട്ടിൽ കയറി പണിയിട്ട് പോയിട്ട് പിന്നെ അവൻ എത്ര പ്രാവശ്യം എന്ന് വിചാരിച്ചാൽ ക്ഷമിക്കണേ? എത്ര പ്രാവശ്യം എന്ന് വിചാരിച്ചാൽ ക്ഷമിക്കുന്നത്? അത്രയല്ലേ അവരും ചെയ്തോളൂ. ജോർജ് കുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തും അതേ ന്യായം തന്നെയാണ്. അത്രയൊക്കെ ഉള്ളൂ.
മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പാലസ്തീനിൽ നിന്നും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പലായനം ചെയ്തു പോയിട്ടുണ്ട്, മിഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് റെഫ്യൂജിയൊക്കെ എടുത്ത്. ഈ ഇസ്ലാമിക സ്നേഹമോ അല്ലെങ്കിൽ മനുഷ്യത്വ സ്നേഹമോ ഈ പൊട്ടിക്കണം ഒരു മിസൈലിൻ്റെ പൈസ മതി അവിടെയുള്ള ആർക്കും പട്ടിണിയില്ലാതെ ജീവിക്കാൻ. ഈ ആക്കിയിട്ട് 47 മേടിക്കുന്നതിൻ്റെ പകുതി പൈസ വേണ്ട ആ രാജ്യം ഒരു നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാൻ. ഈ ടണൽ പകുതി പകുതി പൈസ വേണ്ട അവർക്ക് അവിടെ എന്തൊക്കെ പണിതുണ്ടാക്കാം. അതൊന്നും ചെയ്യില്ല. ഈ 100-500 ബോംബുകൾ അങ്ങോട്ട് അല്ലെങ്കിൽ മിസൈലുകൾ ഇവിടുന്ന് അയക്കുന്നതിൻ്റെ പകുതി പൈസ വേണം അവിടെയുള്ള പിള്ളേരുടെ പട്ടിണി മാറ്റാൻ. നാട് മൊത്തം കിടന്ന് തെണ്ടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നവരോ ഇതിൻ്റെ മുതലാളിമാരൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരൊന്നും യുദ്ധത്തിന് ഇറങ്ങില്ല, അവർക്കൊന്നും മറ്റേ രാജ്യസ്നേഹത്തൊന്നും അവരൊന്നും യുദ്ധത്തിന് ഇറങ്ങില്ല. അവർ മറ്റേ ചെസ്കളിയിലെ രാജാവുമന്ത്രിയൊക്കെയാണ് മറ്റേ രാക്കുനിരയിൽ. ഏത് ആദ്യം പോണവരൊക്കെ പോയി വെട്ടി തീരട്ടെ, നമ്മൾ സേഫാണല്ലോ. എല്ലാവരെയും കൊന്നും രാജാവിനെ രക്ഷിക്കണതാണ് ചെസ്. അത് തന്നെ മരൊന്നും കളത്തിലിറങ്ങില്ല. മരുവാചന കൂടാത്തല്ല ഞാനത്തോന്നും എന്താണ് മറ്റാണ് മറിച്ചാണ് അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിൽ, ആരെങ്കിലും ഒരാളെ അവർ അക്കോമഡേറ്റ് ചെയ്യോ? തൊട്ടടുത്ത് ഈജിപ്തും ജോർദാനൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒരാൾ കേട്ടോ? കേട്ടില്ല. ഇനി പൗരത്വം കൊടുക്കണ്ട, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങളവിടെ നിർത്തണ്ട. ഈ ഖത്തർ വിചാരിച്ചാലോ സൗദി വിചാരിച്ചാലോ അല്ലെങ്കിൽ UAE വിചാരിച്ചാലോ ഇത്രയും പൈസ ഉണ്ടല്ലോ, അവരെ കൊണ്ട് വിചാരിച്ച് എത്രയും പേര് അവിടെ ഒരു ടെൻ്റ് അടിച്ചോ അല്ലെങ്കിൽ ഒരു ഇതടിച്ചോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ മറ്റേ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിൻ്റെ പരിപാടി തീരും. കാരണം പിന്നെ ഇസ്രായേലൊന്നും നോക്കാനില്ല, കയറി കൊണ്ട് പൂച്ച ആൾക്കാരുടെ ജീവനോ അല്ലെങ്കിൽ മറ്റേ മനുഷ്യാവകാശ കമ്മീഷനോ കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ആരും ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഇല്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കളികളുണ്ട്. ഈ ഖത്തർ എന്തിനാ ഇതൊക്കെ ഫണ്ട് ചെയ്യുന്നത്? വെറുതെ ആണോ? ഇതൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ചെന്നായിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരും. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ആയുധ കച്ചവടമാണ്. ആയുധം ആരൊക്കെ വിൽക്കുന്നത്? ഈ ഇസ്രായേൽ ആരുടെ നിന്നൊക്കെ ആയുധം മേടിക്കുന്നത്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആരുടെ നിന്നൊക്കെ ആയുധം മേടിക്കുന്നത്, അതൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ യുദ്ധം എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടന്നോളണം. മനസ്സിലായോ? ഒരു രാജ്യം വേറെ രാജ്യം തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഏത് രാജ്യമാണ് വീക്ക് ഈ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആയുധ കച്ചവടക്കാർ വരും. എന്നിട്ട് അവർ ആയുധം കൊടുക്കും ആവശ്യത്തിന്. ഒരു കരാറൊക്കെ ചിലപ്പോൾ എഴുതിച്ചിട്ടുണ്ടോ, യുദ്ധമല്ലേ ഒന്നും വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ എഴുതിക്കും. ഇവർക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളും പരിപാടിയൊക്കെ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അത് ഇത് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. രാജ്യം പൊട്ടിച്ചോറാവും. ഇവർ ബിസിനസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇവർ മറ്റേ രാജ്യത്തിനോടുള്ള മറ്റേ ആൾക്കാരോടുള്ള അല്ലെങ്കിൽ അവർ മരിക്കണതുകൊണ്ടുള്ള സാധാരണ കൊണ്ടൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ എന്നും മനസ്സിലാക്കും? ഇന്ത്യയിൽ നടക്കണം എന്താ നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ BJP എന്ന് പറയുന്നത് തികച്ചും ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വേറൊരു മതത്തിനോടുള്ള വിദ്വേഷം പ്രകടിപ്പിച്ച് ഒരു മതക്കാരെ ചേർത്ത് നിർത്തി അവരിൽ നിന്ന് വോട്ട് മേടിക്കുന്ന ഒരു തിയറിയാണ് അവരുടെ. അവർ നിങ്ങൾ ഈ പറയുന്ന വികസനമൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലെന്നേ. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യനെ നോക്കരുത്. കേരളത്തിൻ്റെ 10-1 പോലുമില്ല. നിങ്ങൾ നോർത്ത് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ നോർത്തിൽ കൂടെയൊക്കെ നടന്നവരെന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത് മാത്രം കണ്ടാൽ മതി. അതൊക്കെ നമുക്കൊരു 10 വർഷം 20 വർഷം 30 വർഷം പുറകിൽ പോലും അത്രയും മോശമല്ല കേരളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആൾക്കാർക്ക് വെളിവും വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മതത്തിൻ്റെ പിന്നാലെ നടക്കൽ കുറയുമല്ലോ. അപ്പം പിന്നെ വോട്ട് പോകല്ലേ. ആരും നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ സിസ്റ്റം നല്ലതാണ്, പക്ഷേ ഇവർ പറയുന്നതൊക്കെ വെറുതെയാണ്. ഇവരൊന്നും ജനാധിപത്യം എന്നല്ല. ഇവർ രാജ്യം തമ്മിലുള്ള സെറ്റപ്പും പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വന്തം രാജ്യത്ത് പട്ടിണിയും അതും ഇതും എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല. കുറേ നാൾ കക്കൂസിലാന്ന് പറഞ്ഞ് പെട്രോളിന് വില കൂടി പൈസ അടിച്ചു. ഇപ്പോഴും കക്കൂസില്ലാത്തവർ ഈ പൈസ കൊണ്ടൊന്നും കക്കൂസ് കൊണ്ടിട്ട് തീർന്നില്ല എന്ന് ഞാൻ ആലോചിക്കണം. എന്തായാലും ആ പൈസ കൊണ്ട് കേരളത്തിൽ ഒരുപാട് കക്കൂസൊന്നും കിട്ടില്ല. ഇത്രയും ചെയ്യാൻ പോലും ഇപ്പം 10 വർഷമായാലും ഭരിക്കും. പറ്റണല്ലേ? ഇതൊക്കെ ബിസിനസ്സാണ്. ലോകത്ത് നടക്കുന്ന എല്ലാം ബിസിനസ്സാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് വെറുതെ ശവ വന്നിട്ട് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അത് മതത്തിൻ്റെ പ്രശ്നമാണ്. ഈ താലിബാൻ എന്ന് പറയുന്നത് വെറും ഊള ടീമാണ്. ഇപ്പോഴല്ലേ ഒരു ബന്ധത്തിൽ കയറി. പണ്ട് സോവിയറ്റ് യൂണിയന് അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് അവർക്കാർന്ന ഒരു കൈ ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ പണ്ട് സോവിയറ്റ് യൂണിയൻ നടന്ന സമയത്ത്. അപ്പോൾ അമേരിക്കയ്ക്ക് അവിടുത്തെ ഭരണത്തിന് അട്ടിമറിച്ചിട്ട് സോവിയറ്റ് യൂണിയൻ അവിടെ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് താലിബാൻ. ചുമ്മാ ആൾക്കാരായാലും ഈ AK-47 മറ്റതും മറിച്ചതൊക്കെ അങ്ങനെയാണേ. അങ്ങനെ ഭരണം അട്ടിമറിച്ചിട്ട് അവിടെ നിന്ന് സോവിയറ്റ് യൂണിയൻ പുറത്തു പോയതാ. എന്നിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ എന്തായി? നാശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോയില്ലേ? ഇതൊക്കെ തന്നെയാണ് മിക്കയിടത്തും നടക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്.
അതിന് വേണ്ടി സോഷ്യൽ മീഡിയ കിടുന്നത് അതിൻ്റെ ഇതിൻ്റെ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിന്താശേഷിയുള്ളവരായിരിക്കണം. ഇപ്പോഴത്തെ ന്യൂസുകാരെ നമ്മൾ ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ന്യൂസൊന്നും സത്യമല്ല, ന്യൂസൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യവും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ കണ്ടന്റ്, എനിക്ക് ഇതാ ശരിയെന്ന് കഴിഞ്ഞാൽ അത് ഞാൻ അടിച്ചേൽപ്പിക്കുകയാണ്. പഴയ ദൂരദർശൻ്റെ ആകാശവാണിയുടെ ന്യൂസ് പോലെയൊന്നുമല്ല ഇപ്പം. അതിനെതിരെ 10 പേരെ ചർച്ച എന്നിട്ട് അതിനകത്ത് വാക്ചാതുര്യമാണെന്ന് ജയിക്കും എന്നും പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്ന എല്ലാ കേസുകളിലും ശിക്ഷിക്കപ്പെടുന്നവർ കുറ്റവാളികളാണോ? അല്ല, അത് ആ വക്കീലിൻ്റെ മിടുക്കാണ്. അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരാളും പറയുന്നത് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു നമ്മൾ 2 ഭാഗവും കേൾക്കുക. 2 ഭാഗവും നമ്മൾ നിഷ്പക്ഷമായിട്ട് 2 ഭാഗവും കണ്ടിട്ട് അതിനകത്തുനിന്ന് ഓക്കെ ഇതാണ് ഇതിനകത്ത് നമുക്ക് ശരിയെന്നുള്ളത് ഒന്നും എടുക്കുക. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും, ഇപ്പം നമുക്ക് മോഹൻലാലിന് ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് മോഹൻലാൽ പറയുന്നത് കണ്ടിത്തരാണെങ്കിൽ അത് ഇതിനുള്ള ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിലോ വേറൊരു ഇതിൻ്റെ പേരിലോ നമ്മുടെ സ്വന്തം നിലപാട് മാറ്റാതിരിക്കുക.